എന്താണ് ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്നത്? എന്താണ് മാറിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ? അല്ല, കേരള രാഷ്ട്രീയത്തിൽ ഞാനൊരു 72 മുതൽക്ക് 2 പതിറ്റാണ്ടല്ല 72 മുതൽക്കെങ്കിലും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് അതിന് മുമ്പൊക്കെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആയിരുന്നു കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു സർക്കാരും 5 കൊല്ലം പൂർത്തീകരിക്കില്ല. 48 പട്ടണമുള്ള മന്ത്രിസഭ തൊട്ട് 67 IMSൻ്റെ 69 അച്യുതമേനോൻ്റെ മന്ത്രിസഭ വരെ എല്ലാ മന്ത്രിസഭകളും ഇങ്ങനെ അകാല മൃത്യു ആയിരുന്നു. പക്ഷേ 72 വരുന്ന അച്യുതമേനോൻ്റെ മന്ത്രിസഭ 5 കൊല്ലം തികച്ച് ഭരിക്കുന്നു. പക്ഷേ അതൊരു ശരിക്കുള്ളൊരു സ്റ്റെബിലിറ്റി അല്ല കാണിച്ചിരുന്നത്. അത് തന്നെ അൺസ്റ്റേബിളായിട്ടുള്ള ഒരു സാധനമായിരുന്നു. സ്റ്റിൽ അത് സ്റ്റെബിലിറ്റി ഒരു വിധത്തിൽ അതങ്ങനെ അടിയന്തരാവസ്ഥ വരെ ഉന്തിത്തള്ളി പോയിട്ട് പിന്നെ അടിയന്തരാവസ്ഥയുടെ ഒരു ആനുകൂല്യത്തിൽ കംപ്ലീറ്റ് ചെയ്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഒരു അൺസ്റ്റെബിലിറ്റി എന്നുള്ള സാധനം പോയിട്ട് സ്റ്റേബിളായി 82 തൊട്ട് പിന്നെ തുടർച്ചയായിട്ട് അതൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. 5 കൊല്ലം UDF, 5 കൊല്ലം LDF, 5 കൊല്ലം അങ്ങനെ ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറഞ്ഞ പോലെ അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ അതും ബ്രേക്ക് ചെയ്തു. ഈ എന്താണ് അൺസർട്ടനിറ്റി മാറിയിട്ട് സർട്ടനിറ്റി കൂടുതലായി. അതാണൊരു വ്യത്യാസം. പിന്നെ 2 ശക്തമായ മുന്നണികൾ, അതാണ് പ്രധാനം. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഉണ്ടായത്. അതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. അതിങ്ങനെ ഒരു വളരെ ഫ്ലൂയിഡ് സ്റ്റേറ്റിലായിരുന്നു. ആ ഒരു 2 മുന്നണികൾ എന്ന ഒരു സംഗതി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു ഭാഗത്ത് UDF, ഒരു ഭാഗത്ത് LDF. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ സംഭവിച്ചത് ഈ UDF ശീതീകരിച്ചു. അത് തന്നെ അൺസ്റ്റേബിളായി. കേരള കോൺഗ്രസ് മാണി പോയി. പിന്നെ കോൺഗ്രസ് ദുർബലമായി. അതാണ് അതിൽ പ്രധാന സംഗതി. കോൺഗ്രസ് ദുർബലമായിട്ട് കൂടിയാണ് മാണി ഗ്രൂപ്പ് പോയത്. പിന്നെ സമീപകാലത്തുണ്ടായ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പുകളുണ്ടല്ലോ, അതിൽ വലിയ വ്യത്യാസം. ഓഫ് ലേറ്റ് ഏറ്റവും അവസരം ഉണ്ടായ മാറ്റം. അപ്പോൾ ഈ 2 മുന്നണികളിലൂടെ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് BJPക്ക് ഒരു സ്പേസ് കിട്ടാതെ പോയത്. കേരളത്തിൽ എന്തുകൊണ്ട് BJP ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ BJP ക്ലച്ച് പിടിക്കാത്ത 2 കാരണം. ഒന്ന്, കേരളത്തിൽ ഒരു 45% ഇലക്ടറേറ്റിൽ തന്നെ മൈനോറിറ്റി ഉണ്ട്. അതിലാണ്ട് 26% കൂടുതൽ വരുന്ന മുസ്ലിം മൈനോറിറ്റിയിൽ നിന്ന് BJPക്ക് ഒന്നും തന്നെ കിട്ടുകയില്ല. ക്രിസ്ത്യൻ മൈനോറിറ്റിയെ ആകർഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല. ഇപ്പോൾ കുറേശ്ശൊക്കെ ആളുകൾ അടുത്ത് വരുന്നുണ്ട്. ഇനി അത് കൂടുതൽ അടുക്കും. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അതായതുകൊണ്ട്. പക്ഷേ സ്റ്റിൽ ആ 45%ലേക്ക് അവർക്ക് ചെല്ലാനേ പറ്റുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ 2 മുന്നണികളായിട്ട് നിൽക്കണല്ലോ, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റായിട്ട്. ഒരു വശത്ത് LDF, ഒരു വശത്ത് UDF. ഈ 2നും പുറത്ത് മൂന്നാമതൊരു ശക്തിക്ക് ഇവിടെ യാതൊരു സ്കോപ്പില്ല. ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിലും 2 പഞ്ചായത്തിലും മാത്രമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്. സ്റ്റിൽ അവർക്ക് MLA ഉണ്ട്, മന്ത്രി ഉണ്ടായിരുന്നു. അതുപോലെ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി, അത് എന്താണ് മറ്റേ വാളകം മുതൽക്ക് പുലമൺ ജംഗ്ഷൻ വരെയുള്ള ഒരു സ്ഥലം, ഒരു ആ സാമ്രാജ്യത്തിൽ മാത്രമേ ഈ പാർട്ടിയുള്ളൂ. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ MLA അങ്ങനെ ഓരോ പാർട്ടിക്കും ഉണ്ട്. പക്ഷേ BJPക്ക് ഏതാണ്ട് 12 മുതൽക്ക് 15 വരെ ശതമാനം വോട്ട് കേരളത്തിൽ സോളിഡായിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒരു MLA ഇത്ര കാലത്തിനിടയ്ക്ക് ജയിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പോൾ അത് ഈ 2 മുന്നണികളായിട്ട് നിൽക്കുന്നുണ്ട്. 2 ശക്തമായ 2 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് നിൽക്കുന്നത്. അതിലേക്ക് പുതുതായിട്ട് ആരും എടുക്കുന്നില്ല, അതിൽ നിന്ന് ആരും പോകുന്നുമില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി കൊണ്ടുള്ള ഒരു പ്രത്യേകത. പിന്നെ ഒരു അൺസർട്ടനിറ്റിയുടെ എലമെൻറ്റ് തീരെ ഇല്ലാണ്ടായി. ശക്തമായ മന്ത്രിസഭ അത് 5 കൊല്ലം തേക്കും എന്നുള്ള ഒരു സംഭവം. പിന്നെ UDF, LDF തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ UDF എല്ലായ്പ്പോഴും ഈ അഴിമതി, കെടുകാര്യസ്ഥത, സമുദായ പ്രീണനം, ഈ 3 കുറ്റങ്ങൾ കൊണ്ടാണ് അവരെപ്പോഴും ശരിക്കും UDFന് കേരളത്തിൽ LDFനേക്കാൾ ഒരു 3% വോട്ട് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇപ്പോൾ അത് പോയി. മുമ്പ് 2001 ആൻ്റണി ജയിക്കുന്നവരെയുള്ള സമയത്ത് ആക്ച്വലായിട്ടുള്ള വ്യത്യാസം അതിൽ കൂടുതൽ വരും. പക്ഷേ ശരിക്കും ആക്ച്വൽ ഇലക്ടറേറ്റിൻ്റെ ഒരു 3% UDFൻ്റെ അടുത്ത് കൂടുതൽ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ ഇല്ലാണ്ടാവുമെന്ന് വെച്ചാൽ ഈ 5 കൊല്ലം ഇവർ ഭരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് വോട്ട് ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആളുകൾ വെറുത്തുണ്ടാവും. മനസ്സിലായില്ലേ? സ്വന്തം വോട്ടിൽ നെഗറ്റീവ് വോട്ട് വന്നിട്ട് അത് LDFലേക്ക് പോകും. എങ്ങനെ പോയാലും ഇവരെ പുറത്താക്കിയാൽ മതിയാവും എന്നൊരു തോന്നലിൽ നിന്ന് കുറേ വോട്ട് മറുഭാഗത്തേക്കും. അങ്ങനെയാണ് LDF ജയിക്കുന്നത്. അത് പക്ഷേ 5 കൊല്ലം LDF ഭരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ വല്ലാണ്ട് ഡിസില്യൂഷൻ ഉണ്ടാവും. അത് അഴിമതി കൊണ്ടല്ല, അഴിമതി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും.
മാത്രമല്ല കാര്യക്ഷമതയും കുറച്ചുകൂടി ഉണ്ടാവും വെൻ കമ്പയർഡ് ടു UDF. അത്രയും കെടുകാര്യസ്ഥത ഉണ്ടാവില്ല, അത്രയും ഉദരം ഉണ്ടാവില്ല. പക്ഷേ എന്താ വെച്ചാൽ ഈ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ട്. ദിവസേന വെട്ട് കുത്ത്, CITUകാരുടെ അക്രമം, ചുവട്ടുകാരുടെ അതിക്രമം, അതൊക്കെ വരുമ്പോൾ ആളുകൾ വെറുക്കും. പിന്നെ തലവെട്ട്, RSS മാർക്സിസ്റ്റ് സംഘടനകളെ ഈ സ്കോർ ബോർഡ് വെച്ചിട്ട് കൊലപാതകം നടത്തുന്ന പോലുള്ള പരിപാടിയാണ്. അതുകൊണ്ട് വലിയ ക്ഷതം സംഭവിക്കും. അങ്ങനെ അവർ എതിർത്തട്ടി പോയ വോട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതാണ് സംഭവിക്കുന്നത്. അത് ഇപ്പോൾ ആ ഒരു സംഗതി, അതിലൊരു മാറ്റം. പിന്നെ സപ്പോർട്ടിംഗ് ബേസ് എന്ന് പറഞ്ഞത് UDFൻ്റെ പ്രധാനമായിട്ട് ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റീസാണ്. പിന്നെ സെൻട്രൽ കേരളയിൽ, സെൻട്രൽ ട്രാവൻകൂറിൽ പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റി, എറണാകുളം തൃശ്ശൂർ ജില്ലകളിലൊക്കെ നായർ കമ്മ്യൂണിറ്റി ഓൾമോസ്റ്റ് ഒരു 90% കോൺഗ്രസ്, പൊട്ടൻഷ്യലി കോൺഗ്രസ് വോട്ടേഴ്സാണ്. അത് ഇപ്പോൾ എന്താ ചോദിച്ചാൽ ഓഫ് ലൈറ്റ് അതിൽ വലിയ മാറ്റം വന്നു. മുസ്ലിം വോട്ടർമാരിൽ ഉണ്ടായ മാറ്റത്തേക്കാൾ മുമ്പായിട്ട് ഈ നായർ വോട്ടേഴ്സിൽ നല്ലൊരു ഭാഗം BJP ആയി. മുഴുവൻ BJP എന്ന് പറഞ്ഞുകൂടാ, സ്റ്റിൽ അതിലൊരു സൈസബിൾ പോർഷൻ BJPയുടെ പൊട്ടൻഷ്യൽ BJP വോട്ടേഴ്സായിട്ട് മാറി. പൊട്ടൻഷ്യലി BJP എന്ന് വെച്ചാൽ ഈ കൈമ ചരട് കൊണ്ട് നടക്കുന്നവരല്ല, മനസ്സിലായില്ലേ? BJPക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം, എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നവർ BJP മനസ്ഥിതിക്കാരായിട്ട് മാറി. നായർ മറ്റ് കമ്മ്യൂണിറ്റീസിലേക്ക് ഇത് വ്യാപിച്ചു. ഈഴവ കമ്മ്യൂണിറ്റിയിലാണ് അവർക്ക് അവസാനം വരെ ഗ്രിപ്പ് കിട്ടുന്നത്. മറ്റ് ഈ ചെറിയ ഹിന്ദു ഗ്രൂപ്പുകളുണ്ട്, ഇപ്പോൾ ധീവരസ് കമ്മ്യൂണിറ്റി, ഫിഷർമെൻ, അവരുടെ വോട്ടിൽ അവർ നേരത്തെ തന്നെ അതിലേക്ക് BJP വന്നിരുന്നു. അതുപോലെ ഈ വിശ്വകർമ്മ, അതിലേക്ക് BJP വന്നു. പിന്നെ ഈഴവയിലാണ് വരാതിരുന്നത്, ഇപ്പോൾ അതിലേക്കും ഈ BDJS വഴിക്ക് അതിലും കുറേ ആളുകൾ BJP. പക്ഷേ അവിടെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ആണ് ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എന്താണ് പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു ഏത് കാലത്ത്. അതിൽ തന്നെ ഒരു വിഭാഗം, അത് കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകൾ, എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് കാശുണ്ടാക്കിയ ആളുകൾ, അവർ കോൺഗ്രസ്സുകാരായിരുന്നു. ആ വോട്ടിലാണ് BJP കയറിയത്. മറ്റേ കോർ വോട്ടുണ്ടല്ലോ, അതിപ്പോഴും CPMൽ തന്നെ നിൽക്കുകയാണ്, അതിലും മാറ്റം വന്നിട്ടില്ല. അതാണ് അല്ലെങ്കിൽ അവിടേക്ക് BJP കയറി. ഇപ്പോൾ BDJS ഉണ്ടാകുമ്പോൾ ആദ്യം പേടിക്കേണ്ട BJP അല്ല CPM ആണ്. CPMൻ്റെ അടിത്തറ പൊളിഞ്ഞുകൊണ്ടാണ്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. നമ്മൾ ആ 2016 വോട്ടിൻ്റെ പാറ്റേൺ നോക്കിയാൽ വളരെ കൃത്യമാണ്. കൊടുങ്ങല്ലൂർ, മാള, അല്ല ഇപ്പോൾ മാള കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സുനിലിൻ്റെ പഴയ മണ്ഡലമുണ്ടല്ലോ, കയ്പമംഗലം, നാട്ടിക, അതുപോലെ ഗുരുവായൂർ, മണലൂർ, അങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ, അതുപോലെ ഇവിടെ വൈപ്പിൻ, അങ്ങനെ ഈ എല്ലാ സ്ഥലത്തും BDJS പിടിക്കുന്ന വോട്ട്, BDJS കൂടുതലായിട്ട് പിടിക്കുന്ന വോട്ട് അത് കോൺഗ്രസിൽ നിന്ന് പോയി. അപ്പോൾ കോൺഗ്രസിനെ അത് ദുർബലമാക്കി. പിന്നെ ഏത് കാലത്തും BJPയുടെ കുറേ വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചു കൊടുക്കുമായിരുന്നു. വോട്ട് വിൽപ്പന എന്ന് പറഞ്ഞ പരിപാടി അത് നിർത്തി. ഇപ്പോൾ BJPയുടെ വോട്ട് BJPക്ക് തന്നെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ 5 കൊല്ലം കൂടുമ്പോൾ ഈ വോട്ട് കോൺഗ്രസിന് കിട്ടുമായിരുന്നു. 5 കൊല്ലം CPMകാർ ഭരിക്കുമ്പോഴത്തേക്കും BJPക്കാർ ഭയങ്കര എതിരായിട്ട് അവർ കുറേ പേര് ഇത്തവണ ഇവന്മാരെ തോൽപ്പിക്കണം എന്ന വാശിയിൽ CPMന് വോട്ട് ചെയ്യായിരുന്നു, അല്ല കോൺഗ്രസിന് വോട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ആ പരിപാടി നിർത്തി. അത് V മുരളീധരൻ പ്രസിഡൻ്റായിട്ട് വന്നപ്പോഴാണ് ഇവർക്ക് വീട്ടുപചാരമുണ്ടായത്. നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. CPMനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിരോധത്തിന് കാരണമില്ല. ശരിയാണല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ. അപ്പോൾ അല്ലെങ്കിൽ ഇത്തവണ BJPയുടെ വോട്ട് UDFന് പോയേനെ. ഈ 2021 റിസൾട്ട് തീരുമാനിച്ച ഒരു പ്രധാന ഘടകം BJPയുടെ വോട്ടാണ്. BJPക്ക് 2016 കിട്ടിയ അത്ര വോട്ട് കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് അതിനോടടുത്ത് നിൽക്കുന്ന വോട്ടുകൾ ഇത്തവണ കിട്ടി. സാധാരണ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൽ വലിയൊരു ഡിപ്പ് ഉണ്ടാവേണ്ടതാണ്, അതുണ്ടായില്ല. അപ്പോൾ കഴിഞ്ഞ തവണ 2016 UDFൽ നിന്ന് BJP നേടിയ വോട്ടുകൾ ഏറെക്കുറെ അതേപടി തന്നെ ഇപ്പോഴും അവർ റീറ്റെയിൻ ചെയ്തു. അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. BJPയുടെ ലീഡർഷിപ്പിലേക്കുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ജയിക്കാവുന്ന സീറ്റിൽ തോക്കാവുന്ന സ്ഥാനാർത്ഥിയെ നിർത്തും. ഇങ്ങനെയൊക്കെയുള്ള അവർ ഓർഗനൈസേഷനിലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ അവർ ആ വോട്ട് റീറ്റെയിൻ ചെയ്തു. BDJS ഒരു പ്രബല ശക്തി അല്ലാണ്ടായിട്ട് പോലും അത്ര വോട്ട് അവർ റീറ്റെയിൻ ചെയ്തു. ആ പിടിച്ച വോട്ടാണ് UDFനെ ഈ തവണ തോൽപ്പിച്ചത്. അത് BJP ഫാക്ടർ ഞാൻ പറഞ്ഞത്. ഈ രണ്ട് മുന്നണികൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഇത്തവണ സംഭവിച്ച ഒരു പ്രധാന
പല ഘടകങ്ങളിലും ഒന്ന് ഈ BJP അവരുടെ വോട്ട് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും പ്രധാനമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകളിലുണ്ടായ വലിയ വിള്ളലാണ്. കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്ന് മന്നത്ത് പത്മനാഭപിള്ള സാറ് 1938 തൊട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ കോൺഗ്രസ്സൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടാക്കിയ കാലം തൊട്ട് മന്നത്ത് പത്മനാഭൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ക്രിസ്ത്യാനികൾ, അത് ശരിയുമാണ് ടു സം എക്സ്റ്റെൻറ്റ്. ക്രിസ്ത്യാനികളുടെ വോട്ട് എല്ലാം കോൺഗ്രസ്സിനാണ് പോകുക മിക്കവാറും 95 അതിൽ കൂടുതലും. അത് പിന്നെ കേരള കോൺഗ്രസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കേരള കോൺഗ്രസ്സിലേക്ക് പോയി. പക്ഷേ കേരള കോൺഗ്രസ്സും കോൺഗ്രസ് തമ്മിൽ അങ്ങനെ ഐഡിയോളജിക്കലായിട്ട് വലിയ വ്യത്യാസമില്ല. അത് രണ്ട് UDFൻ്റെ വോട്ട്. അവിടെ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടായി. അതാണ് സത്യത്തിൽ UDFൻ്റെ പണി തീർത്തത്. കാരണം ഈ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇല്ല, UDF ഇല്ല. ജോസ് കെ മാണി പോയതുകൊണ്ടാണ് ഈ വോട്ട് പോയതെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിലല്ല. ക്രിസ്ത്യൻ വോട്ടിൻ്റെ കൂടെ ജോസ് കെ മാണി കൂടി പോയെന്ന് മാത്രമേ ഉള്ളൂ. ജോസ് കെ മാണി പോയത് ഒരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ജോസ് കെ മാണി പോയില്ലായിരുന്നെങ്കിൽ ഈ വോട്ട് പോകുമായിരുന്നു.